കൊല്ലം മരിപ്പയിലെ സമരക്കാർക്ക് പട്ടയം നൽകിയതിലും അട്ടിമറി നടന്നു. 249 പേർക്ക് പട്ടയം നൽകിയപ്പോൾ 75ഓളം അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പട്ടയം നിഷേധിച്ചു എന്നാണ് ഉയരുന്ന ആക്ഷേപം. പട്ടയമില്ലാത്ത ഭൂമിയിൽ തകർന്നു വീഴാറായ വീടുകളിലാണ് ഇവരുടെ താമസവും. ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ മൂലം തങ്ങളെ ഒഴിവാക്കിയെന്നാണ് ആരോപണം. അരിപ്പ സമരഭൂമിയിൽ നിന്ന് കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 1.5 പതിറ്റാണ്ടോളമായി ഈ ഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാർ, അവരിൽ ഭൂരിപക്ഷത്തിനും പട്ടയം കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെയുള്ള കുറേയേറെ ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്. ചേട്ടാ, കുറേ കാലമായിട്ട് താമസിക്കുന്നതല്ലേ? 4 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. താമസിച്ചപ്പോൾ ആദ്യത്തെ ഇത് 4 എൻക്വയറി ഇവിടെ നടന്നു. 4ാമത്തെ എൻക്വയറിയിൽ പെരേടം അളവിന് വന്നപ്പം നമുക്ക് 3 സെൻറ്റ് വസ്തു ഉണ്ടെന്ന് പറഞ്ഞ് പല ആൾക്കാരെയും ഇതിൽ ഒഴിവാക്കിക്കൊണ്ട് അവർ പട്ടയമേള നടത്തി. 2ാം ഘട്ടം പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പട്ടയത്തിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ അതിൽ നിന്ന് എപ്പോഴും വിഷമപ്പെട്ട് കിടക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. അതുകൊണ്ട് ഞാനിപ്പോൾ 1 വർഷം കൊണ്ട് ആശുപത്രിയിലേക്കാണായിരുന്നു. കാലും വയ്യാതെ മുറിച്ചു ഇങ്ങനെ കിടക്കുകയാണായിരുന്നു. ആ സമയങ്ങളിലാണ് ഇവർ ഇവിടെ വന്നിട്ട് ഇത് പട്ടയം കൊടുത്തപ്പം ഞങ്ങൾ ഈ നിൽക്കുന്ന പാവങ്ങളെല്ലാം ഒഴിവാക്കിയത്. അങ്ങനെയാണ് അവരെ ഒഴിവാക്കി വെക്കുന്നത്. എത്ര കാലമായിട്ട് താമസിക്കുന്നുണ്ട് ഇവിടെ? ഞാൻ 15ാമത്തെ വർഷമാണ്. ഈ 15 വർഷം കൊണ്ട് ഞാൻ ഇവിടെ കിടക്കുകയാണ്. എനിക്ക് 3 സെൻറ്റ് മണ്ണുണ്ട്. ആ 3 സെൻറ്റ് മണ്ണ് ഒരു കുന്നിൻ്റെ വയറയാണ്. അതിൽ ഒരു തുള്ളി വെള്ളം കൊണ്ട് പോകാനോ 2 തുള്ളി പറിക്കൊണ്ട് പോകാനോ ഒരു തുള്ളി വെള്ളം വരെ കിട്ടൂല. അപ്പോൾ അവിടെ ആരും താമസമില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഒരു പിടി മണ്ണ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നു. എനിക്കിപ്പം എൻ്റെ ലിസ്റ്റിൽ പേരും ഉണ്ടായിരുന്നു. 3-4 എൻക്വയറി പോയി, അതിലെല്ലാം പേരുണ്ടായിരുന്നു. ഞാൻ പട്ടയത്തിന് എഴുതി കൊടുത്ത് അതിനെനിക്ക് നമ്പറുകളും തന്ന് എല്ലാം വാങ്ങിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒരളക്കാൻ വന്നപ്പോൾ എനിക്ക് ലിസ്റ്റിൽ പേരില്ലെന്ന്. ഭൂമി എൻ്റെ പേരിൽ അളന്നു വിട്ടിട്ടുണ്ട്. പക്ഷേ പട്ടയ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് പേരില്ല. ആ ലാസ്റ്റത്തെ ലിസ്റ്റിനകത്ത് എൻക്വയറിക്കും 4 എൻക്വയറി കഴിഞ്ഞ് അതിനെല്ലാം പേരുണ്ടായിരുന്നു. ഈ 14 വർഷം കൊണ്ട് നമ്മളിവിടെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ആൾക്കാർ മാത്രമല്ല, ഇതിൽ കൂടുതൽ ആൾക്കാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജോലിക്കൊക്കെ പോയ ആൾക്കാരുണ്ട്. അവർക്ക് പല ആൾക്കാരും പട്ടയത്തിൻ്റെ അവസാന ലിസ്റ്റിൽ വരെ വന്നതാണ്. എന്നാൽ അവസാനം അന്തിമ പട്ടിക വന്നപ്പോഴേക്കും അവരുടെയൊക്കെ പേര് ഒഴിവാക്കിയ ഒരു സ്ഥിതിയാണ്. ആ ആൾക്കാരെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി പട്ടയം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ്. കാര്യം 14 വർഷമായി ഈ മണ്ണിന് വേണ്ടി കിടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ വളർത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അവരുടെ ഭാവി കൂടിയാണ്. ആ കാര്യങ്ങളൊക്കെ ഒരു സർക്കാർ പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാനവാസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.